മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മന്ത്രിസഭ ഇതാ രൂപീകരിച്ചിരിക്കുകയാണ്. 21 മന്ത്രിമാരാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ഒരു മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തുന്നത്. 21 മന്ത്രിമാരുടെയും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഗവർണർക്ക് ഓൾറെഡി ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടാണ് ഈ പറയുന്ന പേരുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ജനങ്ങൾക്ക് ചെറിയൊരു സങ്കടം നൽകുന്ന ഒരു വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ചാണ്ടിയുമ്മന്റെ മന്ത്രിസ്ഥാനം പോയിരിക്കുകയാണ്. അതായത് ചില ഈ പറയുന്ന മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് സീനിയർ നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചാണ്ടിയുമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് വി ഡി സതീശന് സാധിച്ചിട്ടില്ല. ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാവും, കായിക മന്ത്രിയായിട്ടായിരിക്കും ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് ഉച്ചക്ക് നമ്മൾ വാർത്ത കേട്ടായിരുന്നു. ഏകദേശം കായിക മന്ത്രി സ്ഥാനത്തേക്ക് ചാണ്ടിയുമ്മൻ ഉറപ്പായി എന്നുള്ള രീതിയിലും വാർത്തകൾ നമ്മൾ ഇന്ന് ഉച്ച വരെയും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സീനിയർ നേതാക്കന്മാരായിട്ട് സംസാരിച്ച സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചാണ്ടിയുമ്മനെ ഈ ഒരു മന്ത്രിസഭയിലേക്ക് ചേർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒരുപാട് ശ്രമിച്ചു ഉമ്മൻചാണ്ടി സാറിന്റെ മകനായിട്ടുള്ള ചാണ്ടിയുമ്മനെ ഈ ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിസ്ഥാനമായിട്ടുള്ള കായിക മന്ത്രിയാക്കി അദ്ദേഹത്തെ മാറ്റാനും. പക്ഷേ മറ്റു നേതാക്കന്മാരായിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും AICC ആയിട്ട് സംസാരിച്ചതിന്റെ സാഹചര്യത്തിലും ചാണ്ടിയുമ്മനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മന്ത്രിമാരുടെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പേരായിരുന്നു ചാണ്ടിയുമ്മൻ മന്ത്രിയായിട്ട് വരുമോ, ഏത് സ്ഥാനമായിരിക്കും ചാണ്ടിയുമ്മന് കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ. എന്തൊക്കെയാണെങ്കിലും അത് ഉണ്ടായില്ല. അടുത്ത ഒരു മന്ത്രിസഭയിലെങ്കിലും, അടുത്തൊരു UDF മന്ത്രിസഭയിലെങ്കിലും ചാണ്ടിയുമ്മന് ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ച ഒരു കായിക മന്ത്രിയായിരുന്നു. ഇന്നലെയൊക്കെ ചാണ്ടിയുമ്മൻ വിദ്യാഭ്യാസ മന്ത്രിയാകും എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി വാർത്തകൾ വന്നു. ഇന്ന് രാവിലെ തൊട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കായിക മന്ത്രിയായിട്ട് ചാണ്ടിയുമ്മനെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഏറ്റവും അവസാനഘട്ട സമയത്ത് ചാണ്ടിയുമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും മന്ത്രിസഭ പൂർണ്ണമായിട്ടും രൂപീകരിച്ചിരിക്കുകയാണ്. നാളെ കാലത്ത് 10 മണിക്ക് ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മുഖ്യമന്ത്രിയും ബാക്കിയുള്ള 20 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പറ്റുന്നവരൊക്കെ ട്രിവാൻഡ്രത്ത് ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയി നേരിട്ട് സാന്നിധ്യം അറിയിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള സീനിയർ നേതാക്കന്മാരും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളിൽ ഉണ്ടാവും. രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആയിരിക്കും. ഒപ്പം വിജിലൻസും കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് നോക്കാനായിട്ടാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിട്ടുള്ള വി ഡി സതീശൻ അതിനോടൊപ്പം തന്നെ ഫിനാൻസ് വകുപ്പും നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാരെ ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പേരുകൾ എടുത്ത് സ്ഥാനമാനങ്ങൾ പറയുന്നില്ല. മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്